ചുവപ്പിന്റെ മണ്ണാണ്. ഈ മണ്ണ് കഠിനമായ രാഷ്ട്രീയ കരുത്തുള്ള ശക്തമായ പാർട്ടികളുടെ ഈറ്റില്ലമാണ്. പക്ഷെ അതൊക്കെ മാറി മാറി പഴയ കാലത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കിയ ഈ തളിപ്പറമ്പിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കരുത്തും ശക്തിയും പകർന്നുകൊണ്ടുള്ള പുതുമുഖങ്ങൾ ഈ പാർട്ടിക്ക് കരുത്തു പകരാനുള്ള യാഥാർത്ഥ്യമായി ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വലിയ മാറ്റത്തിലേക്കാണ് പോകുന്നത് നമ്മൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതുവരെ ഇവിടെ ഇതുപോലൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അബ്ദുൾ റഷീദ് അദ്ദേഹം എത്ര വോട്ടിനാണ് മാറിയത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അത്ഭുതത്തോടെയാണ് ഞങ്ങൾ ഇത് നോക്കിക്കണ്ടതും പറഞ്ഞു കേട്ടതും. ഇത്രയേറെ വോട്ടുകൾ ലഭിക്കാൻ തളിപ്പറമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ അബ്ദുൾ റഷീദിന് സാധിച്ചെങ്കിൽ ഞാൻ അന്ന് പ്രഖ്യാപിച്ചിരുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ അബ്ദുൾ റഷീദ് നീ ഇവിടെ വിജയിക്കണം, നീ വിജയിക്കും, നീ MLA ആവണം എന്ന് പറഞ്ഞവനാണ് ഞാൻ. അത്രയും ആത്മവിശ്വാസം എന്റെ മനസ്സിന്റെ അകത്തുണ്ടാകുന്ന രാഷ്ട്രീയമായ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ നിറം മങ്ങുന്നു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് ചോരുന്നു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ തകരുന്നു. ആ തകർച്ചയിൽ നിന്ന് നമ്മൾ വളരുന്നു. ഗോവിന്ദനാട്ടന്റെയൊക്കെ വരവ് നമുക്ക് എന്തോ ഒരു ഹരമാണ്. ആരായി ഈ ചരക്ക്, ഏതായി ഈ ചരക്ക് നമ്മുടെ കയ്യിലേക്ക് വന്നില്ലേ? എത്ര കാലം നമ്മളെ വിറപ്പിച്ചവനാ. ആ വിറപ്പിച്ച നേതാവ് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുമ്പോ നമുക്ക് എത്ര ആത്മവിശ്വാസം, നമുക്ക് എത്ര സന്തോഷം, നമുക്കൊക്കെ ഉള്ളിൽ തട്ടി ചിരിക്കാനുള്ള ഒരു ദിവസമല്ലേ ഈ ദിവസം എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഗോവിന്ദാട്ട, നിങ്ങളുടെ കയ്യിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു വരുമ്പോ ഞങ്ങളുടെ എല്ലാം പിന്തുണയും പിൻബലവും നിങ്ങൾക്കുണ്ട്. അത് നെഞ്ചിലേറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തേരാളിയായി, അതിന്റെ പോരാളിയായി, അതിന്റെ കരുത്തുറ്റ നേതാവായി ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ അങ്ങേക്ക് സാധിക്കണം എന്ന് ശ്രീ ഗോവിന്ദാട്ടനോട് ഞാൻ സ്നേഹപുരസരം ആവശ്യപ്പെടുകയാണ്. വന്നവർക്കെല്ലാം ഞാൻ സ്വാഗതം പറയുന്നു. കോൺഗ്രസോടൊപ്പം കടന്നു വരാൻ മനസ്സുണ്ടായ എല്ലാ ആളുകളെയും ഞാൻ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിക്കുന്നു.